സാമുവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം. ദാവീദിൻ്റെ അഭിഷേകം. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേൽ രാജ്യത്വത്തിൽ നിന്ന് സൗലിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബത്ലേഹംകാരനായ ജേസയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടി കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കുവാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജെസ്സയുടെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബത്ലേഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവൻ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭശൂമോ? അതെ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോട് വരുവീൻ. അനന്തരം അവൻ ജെസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സയുടെ അബിദാനെ സാമുവേലിൻ്റെ മുമ്പിൽ വരുത്തി. അവനെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല എന്ന് സാമുവേൽ പറഞ്ഞു. പിന്നെ ജെസ്സെ ഷാമ്മയെ വരുത്തി. കർത്താവ് തിരഞ്ഞെടുത്തില്ല, ഇവനും എന്ന് അവൻ പറഞ്ഞു. ജെസ്സയുടെ 7 പുത്രന്മാരെ സാമുവേലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു. അവനെ ആളയച്ചു വരുത്തുവാൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. ജെസ്സി അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി. ദാവീദ് സൗലിനോടൊത്ത്. കർത്താവിൻ്റെ ആത്മാവ് സൗലിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സൗലിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവമയച്ച ഒരു ദുരാത്മാവ് അങ്ങേ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കുവാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ വസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങയ്ക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടി പിടിക്കുവാൻ സൗൽ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബത്ലേഹംകാരനായ ജെസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു, അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമിയുമായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. സൗൽ ജെസ്സയുടെ അടുത്ത് ദൂതന്മാരെ അയച്ച്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്ന് പറഞ്ഞു. ജെസ്സെ ഒരു കഴുതിയുടെ പുറത്ത് കുറേ അപ്പവും ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി ഇവയെ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിനെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവനെ ആയുധവാഹകനാക്കി തീർത്തു. സാവൂൾ ജെസ്സയുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവമയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചപ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും.
അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുപോവുകയും ചെയ്തിരുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.